ഹലോ, നമുക്ക് ഇങ്ങനെ ഒരു റവ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, നിലക്കടല വേണം, ക്യാരറ്റ് വേണം, ഉള്ളി വേണം, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാവും. പക്ഷേങ്കിൽ നമുക്കിവിടെ കറിവേപ്പില കിട്ടാനില്ല, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇടാഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിലക്കടല ഇട്ടിട്ട് അതൊന്ന് എന്താ പറയുക വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് സമയം ഇളക്കുമ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് വേണ്ടത് സൂജിയാണ്. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന സൂചി. അപ്പോൾ ഞാനത് വീണ്ടും വേറൊരു പാനിലേക്ക് ഈ സൂചി ഇട്ട് കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് തീ ഓഫാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ എന്താ പറയുക ചെറിയൊരു ബ്രൗൺ കളറാവും. പക്ഷേ എൻ്റെ തീ കുറച്ച് കൂടിയത് കൊണ്ട് തന്നെ ചെറുങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പാൻ എടുത്ത് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് നേരത്തെ നമ്മൾ നുറുക്കി വെച്ച ക്യാരറ്റ്, ഉള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം ഈ ഉള്ളിയും ക്യാരറ്റും. കുറച്ച് സമയം എടുക്കും, കാരണം എന്താ വെച്ചാൽ ഉള്ളിയും ക്യാരറ്റും ഒരു എന്താ പറയുക ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഉപ്പിട്ടാൽ കുറച്ച് പെട്ടെന്ന് എന്താ പറയുക വയന്ന് കിട്ടും. അപ്പം നല്ലോണം വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിനൊരു കളർ ചേഞ്ച് വരാം, ഈ ഒരു എന്താ പറയുക റവ ഉപ്പുമാവിനൊരു കളർ ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ള് എന്താ പറയുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണം അത് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തിളച്ച് കിട്ടും. തിളയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കി വേവാത്ത ക്യാരറ്റും ഉള്ളിയൊക്കെ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഈ റവ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ ഇത് അടി പിടിച്ച് പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുളകും ഇട്ട് കൊടുത്ത് പിന്നെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച നിലക്കടല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് അത്യാവശ്യം ഉണ്ടോയെന്ന് നോക്കുകയും വേണം, ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് ഉണ്ടോയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ഉപ്പുമാവ് കിട്ടും. അങ്ങനെ നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു റവ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം.